ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി നമ്മുടെ മുത്തശ്ശൻ്റെ വേഷമൊക്കെ ഇട്ട്, സുഭദ്രേ, ഈ വാസുദേവനാണ് നിന്നെ വിളിക്കണത്, നീ എന്താ പിള്ളേരുടെ കൂടെ ഹോളി ആഘോഷിക്കാത്തത് എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്. എന്താ സുഭദ്രേ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് മീശ പിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്ന് കിട്ടും, ഇന്ന് അവൾക്ക് അമ്മയുടെ കയ്യിൽ നല്ല ഹോളി പാക്കേജ് കിട്ടും, നോക്കാം നോക്കാം എന്ന് പറഞ്ഞിട്ട് മനോരമ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് നമ്മുടെ അശ്വിനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ നിന്നിട്ട്. ആ സമയത്ത് മുത്തശ്ശി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കുമ്പോഴേക്കും, ഏയ് സുഭദ്രേ, പിള്ളേരുടെ കൂടെ ഹോളി ആഘോഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, നീ മാത്രം എന്തിനാ മാറി നിൽക്കണത് സുഭദ്രേ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ ശ്രുതി അപ്പുറത്തേക്ക് മാറി നിൽക്കുവാണ്. ശേഷം ഒരു ഡാൻസ് തുടങ്ങുക കേട്ടോ. കൂടെ എല്ലാവരും കൂടുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ്, അതായത് തുടങ്ങുന്ന ഒരു 5 മിനിറ്റ് ഡാൻസാണ് കാണിക്കുന്നത്. മുത്തശ്ശീനെ നടുക്ക് വെച്ചിട്ട് എല്ലാവരും കൂടി മുത്തശ്ശി ചുറ്റും നിന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. അടിച്ചു പൊളിക്കുകയാണ്. അശ്വിനൊഴിച്ച് ബാക്കി എല്ലാവരും, മനോരമ വരെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അമ്മയൊക്കെ കൈയടിച്ച് പാസ്സാക്കാണ് ശ്രുതി. കാരണം അവിടെ എല്ലാവരും ഒരു ആഘോഷം പോലെ ഹോളി കൊണ്ടാടിക്കൊണ്ടിരിക്കട്ടെ. ഒരു ഉത്സവത്തിൻ്റെ പോലത്തെ ഒരു ആളും അതുപോലെ തന്നെ ഒരു പാട്ടും മേളവും ഒക്കെ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടാണ് 5 മിനിറ്റ് ഡാൻസും പാട്ടൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി നിർത്ത് എന്ന് ശ്രുതി എടുത്ത് പറയാണ്. ഏയ് സുഭദ്ര, നിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു തോക്കെടുക്കുകയാണ്. തോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഇങ്ങനെ ചീറ്റണ തോക്കില്ലേ, വെള്ളം, ആ വെള്ളത്തിൻ്റെ തോക്കെടുക്കുകയാണ്. ശേഷം ആ വെള്ളം കൊണ്ട് നമ്മുടെ മുത്തശ്ശിയുടെ മേത്തേക്ക് ഇങ്ങനെ നനക്കുവാണ്. ഹാപ്പി ഹോളി സുഭദ്രേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ ഒഴിക്കുക കേട്ടോ. ഒഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ദേഷ്യത്തോടു കൂടി തന്നെ ശ്രുതിനെ നോക്കുവാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുക കേട്ടോ. കാരണം മുത്തശ്ശിയുടെ മുഖമൊക്കെ ആകെ മാറിയിട്ടാണ് ശ്രുതിനെ നോക്കുന്നത്. ശ്രുതിയുടെ മുഖം പെട്ടെന്ന് ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ. അത് മുത്തശ്ശി, സോറി, ഞാൻ പെട്ടെന്ന് ആ ഒരു ആവേശത്തിൽ ചെയ്തു പോയതാണ്, സോറി മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി തൊട്ടപ്പുറത്ത് വേറൊരു തോക്കുണ്ടായിരുന്നു, അതിൽ വെള്ളം എടുത്തതിന് ശേഷം ശ്രുതിയുടെ മേത്തേക്ക് ചീറ്റിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, ശ്രുതി, ഹാപ്പി ഹോളി ശ്രുതി എന്നിങ്ങനെ പറയാണ്. മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി മുത്തശ്ശിനെ കെട്ടിപ്പിടിക്കേണ്ടത്. മുത്തശ്ശി ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ്. എത്ര വർഷത്തിന് ശേഷം ഞാൻ ഹോളി ആഘോഷിച്ചത്, അത് നീ കാരണമാണ്, സന്തോഷമായി മോളെ എന്ന് പറയാണ്. അത് കാണുമ്പോഴേക്കും മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര തീർന്നു, അവളെല്ലാവരും കയ്യിലെടുക്കുവാണല്ലോ, എൻ്റെ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, എല്ലാവരും ഇപ്പോൾ ഹോളി ആഘോഷിക്കുന്ന മൂഡിലാണല്ലോ, ഇനി ശ്രുതിയുടെ മുഖത്ത് കളർ തേക്കാം. ആദ്യം കളർ തേക്കണത് ഞാൻ തന്നെയായിരിക്കും, ആദ്യത്തെ മരുമകനായിട്ടുള്ള ഞാൻ തന്നെ ആദ്യത്തെ മരുമകളുടെ മുഖത്ത് കളർ തേക്കും, ഇന്ന് ശ്രുതിയുടെ മുഖത്ത് ഞാൻ കളർ തേക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് കളർ പൊടി എടുക്കുകയാണ്. ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഈശ്വര ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. ശ്യാമാണെങ്കിൽ കുറച്ച് കളറായിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രുതി, ഞാനാണ് ഇന്ന് ആദ്യമായിട്ട്, നിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേണമെങ്കിൽ ഹോളിക്ക് കളർ തേക്കണത് വേണമെങ്കിൽ ഞാനായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ശ്രുതിയുടെ കവിളുകൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് പതുക്കെ ആ കൈ ഉയർത്തിയിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ അശ്വിനെ ദേഷ്യം വരുവാണ്. അശ്വിൻ അപ്പം തന്നെ സ്റ്റെപ്പിൽ നിന്ന് വേഗം ഓടി വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് കളറൊക്കെ എടുത്തിട്ട് ഓടി വരുവാണ്. എന്നിട്ട് ശ്യാമിൻ്റെ കൈ ഇങ്ങനെ മാറ്റുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും അഞ്ജലിക്ക് ഇങ്ങനെ അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അശ്വിൻ പറയുന്നുണ്ട്, അശ്വിൻ ദേഷ്യത്തോട് കൂടി തന്നെയാണ് വരുന്നത്. പക്ഷെ എല്ലാവരും അശ്വിനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ദേഷ്യമൊക്കെ മാറ്റി വെച്ചിട്ട്, അത് അളിയ വേറൊന്നുമല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഹോളിയല്ലേ, അപ്പോൾ ഇവളുടെ മുഖത്ത് ഇന്ന് ഹോളിക്ക് കളർ ചായം തേക്കാനുള്ള അവകാശം എനിക്കുള്ളതാണ്, അതുകൊണ്ട് ഞാൻ തന്നെ ഈ പ്രാവശ്യം എൻ്റെ ഭാര്യയുടെ മുമ്പിൽ, അതായത് മൈ ഡിയർ ഭാര്യയുടെ മുഖത്ത് കളർ തേക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുറച്ച് ചുവന്ന കളർ പൊടി എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് തേക്കുക കേട്ടോ. ഹാപ്പി ഹോളി മൈ ഡിയർ വൈഫ് എന്ന് പറയുമ്പോൾ ശ്രുതിക്കും ഒരു വല്ലാത്ത ഫീല് തോന്നുവാണ്. ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് സന്തോഷത്തോടു കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയേണ്ടത്, ഹായ്, ഇതെന്തൊരു അത്ഭുതമാണ്, ആദ്യമായിട്ടായിരിക്കും കുഞ്ഞൻ നമ്മുടെ കൂടെ ഹോളി കൂടുന്നത് അല്ലേ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയേണ്ടത്, അതെ, എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഹോളി തന്നെയാണ് ഈ പ്രാവശ്യം. നിൻ്റെ മുഖത്ത് എന്തായാലും ശ്രുതി ഹോളി വിഷസ് അറിയിക്കട്ടെ എന്ന് പറയാണ്. ശ്രുതി, ഇനി നിൻ്റെ ഊഴമാണ്, നീ കുഞ്ഞിൻ്റെ മുഖത്ത് ചായം തെച്ച് ഹോളി വിഷ് ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട പിങ്ക് കളർ എടുത്തിട്ട് നമ്മുടെ അശ്വിൻ്റെ മുഖത്തേക്ക് തേക്കുവാണ്. ഹാപ്പി ഹോളി എന്നിങ്ങനെ പറയുന്നുണ്ട്. അശ്വിനും ശ്രുതി കുറച്ച് നേരം പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അവരുടെ സന്തോഷത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശ്യാമിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ശ്രുതിനെയാണ്. ശ്രുതി അവിടെ നേരെ പോണത് നമ്മുടെ രാമേട്ടൻ്റെ അടുത്തേക്കാണ്. രാമേട്ടൻ അവിടെ എന്തൊക്കെയോ ഭയങ്കര പണിയിലാണ് കേട്ടോ. രാമേട്ട, ഇതെന്താ പണി, ഞാനും കൂടി കൂടട്ടെ? അയ്യോ കുഞ്ഞ്, ഇത് ഉണ്ടാക്കാൻ അറിയാവോ? ഇതെന്താ രാമേട്ട, ഇത് ഹോളി ദിവസം മാത്രം കുടിക്കുന്ന ഒരു പ്രത്യേക പാനീയമാണ്. പ്രത്യേക പാനീയോ? അതെന്ത് പാനീയോ? ഇത് കുടിച്ചാൽ മനസ്സിലുള്ളതൊക്കെ പുറത്ത് വരും കുഞ്ഞെ, കുറച്ച് പെശകായിട്ടുള്ള പാനീയമാണ്. അയ്യോ, എങ്കിൽ എനിക്ക് വേണ്ട കേട്ടോ, മനസ്സിലുള്ളതൊക്കെ ഇപ്പോൾ പുറത്ത് വന്നാലേ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോകുകയാണ്. ഇത് കേട്ടിരിക്കുന്ന മനസ്സിൽ
ഇങ്ങനെ വിചാരിക്കുകയാണ്, അതെ ഇന്നത്തെ ദിവസം ശ്രുതിനെ കൊണ്ട് ഇത് കുടിപ്പിച്ചേ പറ്റൂ, അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എങ്ങനെയും പുറത്ത് കൊണ്ടുവരാം. പക്ഷേ ഇന്നത്തെ ദിവസം ഞാനിത് കുടിക്കില്ല, ഞാൻ കളി കണ്ടുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മുടെ ശ്രുതി എല്ലാവർക്കും പാനീയം വിതരണം ചെയ്യുക കേട്ടോ. അങ്ങനെ അഞ്ജലിക്കും പാനീയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജലി പറഞ്ഞിട്ട്, ശ്രുതി നീ എന്താ ഇതൊക്കെയായിട്ട്? മേഡം എടുക്ക്. അയ്യോ ഞാനിത് കുടിക്കില്ല ശ്രുതി, എനിക്ക് ഈ പ്രാവശ്യം കുടിക്കാൻ പാടില്ല, അറിയാലോ. എനിക്ക് പിന്നെ അറിയില്ല മേഡം, മേഡത്തിൻ്റെ വയറ്റിലൊരു കുഞ്ഞുവാവുണ്ട്, അതുകൊണ്ട് മേഡത്തിന് ഞാനിത് തരുമെന്ന് മേഡത്തിന് തോന്നുന്നുണ്ട്. ഒരിക്കലുമില്ല, മേഡത്തിനുള്ളത് ഈ സംഭാരമാണ്. നീ എന്താ എന്നെ ഇപ്പോൾ വിളിച്ചത്? മേഡം വന്നോ? ആ അതെ, ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. ശരിക്കുവേ ഞാൻ സ്ഥാനം കൊണ്ട് നിൻ്റെ ഏടത്തിയാ, അപ്പം അതുകൊണ്ട് ഏടത്തിയാന്ന് വിളിക്കൊന്നും വേണ്ട, ചേച്ചി എന്ന് വിളിച്ചാൽ മതി. അത് ഈ ഹോളി ദിവസം തന്നെ ആവട്ടെ. ശരി, ഞാനിന്നത് ചേച്ചി എന്ന് വിളിച്ചോളാം എന്ന് ശ്രുതി പറയാണ്. ശരി എങ്കിൽ ഞാൻ ഈ സംഭാരം എടുത്ത് കുടിക്കാം. അല്ല നീ കുടിക്കുന്നില്ലേ? വേണ്ട മേഡം, ഇപ്പോൾ കുടിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുവാണ്. ശ്രുതി പോയി കഴിയുമ്പോഴേക്കും ശ്യാം പറയുന്നുണ്ട്, രാജകുമാരി നീ എന്തേ കുടിക്കണത്? അതോ ഇത് ആ പാനീയമല്ല ശ്യാമേട്ടാ, ഇത് സംഭാരം ആ ശ്രുതി തന്നതാ. പക്ഷെ ഇതിൽ എന്തൊക്കെയോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു, എന്തൊക്കെയോ ഒരു കിറുങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. അതെ ശ്രുതി എല്ലാവർക്കും സംഭാരവും പാനീയമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ശ്രുതിനെ കൊണ്ട് നമുക്ക് കുടിപ്പിക്കണ്ടേ? അയ്യോ അവൾ കുടിക്കില്ല ശ്യാമേട്ട, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, നമുക്ക് അവളെ കൊണ്ടും ഈ പ്രാവശ്യം കുടിപ്പിക്കണം എന്ന് പറയാട്ടോ. അതിനുശേഷം എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പം മനോരമയ്ക്ക് മോഹനും കൊടുക്കുമ്പോഴേക്കും മോഹനേട്ടൻ എടുക്കാൻ പോകുമ്പോൾ മനോരമ പറയണ്ട, മോഹനേട്ട ഡോണ്ടോ, മോഹനേട്ടൻ എടുക്കരുത്, ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മനോരമ എടുക്കുകയാണ്. ആ സമയത്ത് മോഹൻ, ഞാനൊരു ഗ്ലാസ്, വേണ്ട വേണ്ട, തലകുത്തി മറിയോ നിങ്ങൾ, തല കറങ്ങും, വേണ്ട വേണ്ട, ശ്രുതി പൊയ്ക്കോ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മനോരമ ആ പാനീയമൊക്കെ കുടിച്ചിട്ട്, എൻ്റെ മോഹനേട്ടാ മോഹനേട്ടാ, എൻ്റെ ഈ പ്രാവശ്യത്തെ ഹോളി കോളോ ആയി മോഹനേട്ടാ, 2 പണക്കാരി മരുമക്കൾ നമ്മുടെ വീട്ടിൽ കയറി വരുമെന്ന് വിചാരിച്ചിട്ട് അലവലാതി മരുമക്കളാണ് മോഹനേട്ടാ വന്നത്, എൻ്റെ മൈ ഗോഡ് എന്നൊക്കെ പറയുമ്പോൾ, നീ വന്നേ മനോരമ എന്ന് പറഞ്ഞാൽ മനോരമ വിളിച്ചിട്ട് അകത്തേക്ക് പോകുവാണ്. ശരിയാവില്ല ഇവിടെ നിന്നാൽ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശനെങ്കിൽ പ്രീതി എടുത്ത് ചോദിക്കുന്നുണ്ട്, പ്രീതി എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഹോളി ആഘോഷമൊക്കെ? ഓ സൂപ്പറായിട്ടുണ്ട് ആകാശേട്ടാ എന്ന് പ്രീതി പറയാണ്. രണ്ടുപേരും കിറങ്ങിയിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആകാശ് പറഞ്ഞു, എനിക്ക് ഈ പ്രാവശ്യത്തെ ഹോളി വളരെ പ്രത്യേകതയുള്ളതാണ് പ്രീതി, വളരെ സന്തോഷവാനാണ് ഞാൻ. അതെന്താ ആകാശേട്ടാ, താൻ എൻ്റെ ജീവിതത്തിൽ വൈഫായിട്ട് വന്നല്ലോ, ഈ ഹോളിനേക്കാളും കളർഫുള്ളാണ് എൻ്റെ ജീവിതം, ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് എൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ പ്രീതിക്ക് സന്തോഷമാണ്. രണ്ടുപേരും ഇങ്ങനെ കിറങ്ങി സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ നടുക്ക് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ അഞ്ജലി ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നൊരു, ശ്രുതി നീ എല്ലാവർക്കും പാനീയം കൊടുത്ത് നീ കുടിക്കുന്നില്ല? അയ്യോ എനിക്ക് വേണ്ട മേഡം. ഇല്ല ഇത് സംഭാരമാണ്, നീ കുടിക്കുക എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ആ സംഭാരം കുടിക്കേണ്ട, മേഡത്തിന് ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ സംഭാരം കുടിക്കുകയാണ്. കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ അഞ്ജലി പറയേണ്ട, അതെ ഏടത്തിമാരെ വിശ്വസിക്കാൻ പാടില്ല, ഇതേ സംഭാരമല്ല പാനീയമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അടുത്ത് പോവാണ്. എൻ്റെ കുട്ടീഷ്ണ ചതിച്ചല്ലോ എന്ന് ശ്രുതി വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി കുടിച്ച് പൂസായിട്ട് നമ്മുടെ ആകാശിൻ്റെയും അതുപോലെ തന്നെ പ്രീതിയുടെ നടുക്ക് പോയിരിക്കുകയാണ്. ആകാശേട്ടാ ഐ ലവ് യു, കാരണം എന്താണെന്നറിയാമോ, എൻ്റെ ചേച്ചി നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ പ്രീതി ചേച്ചി ഒത്തിരി ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കുകയാണ്. ആകാശേട്ടാ എൻ്റെ പ്രീതി ചേച്ചിനെ ഉപേക്ഷിക്കാൻ പാടില്ല കേട്ടോ, എൻ്റെ പ്രീതി ചേച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ, നിങ്ങൾ നല്ല മനുഷ്യനാണ് എനിക്കറിയാം, എൻ്റെ ഭർത്താവിനെ പോലെയല്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. ഓ ഇവളെല്ലാം നാറ്റിക്കോലോ എന്ന് അശ്വിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ആകാശേട്ടാ എൻ്റെ ചേച്ചിനെ ഉപേക്ഷിക്കരുത് കേട്ടോ. ഇല്ല ഉപേക്ഷിക്കില്ല, പ്രീതി എൻ്റെ ജീവനാണ്, അങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് ആകാശിനെ കൈ കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ അവരെല്ലാവരും മത്ത് പിടിച്ച് മതിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.